മാഷാഅല്ലാ അടിപൊളി. എക്കാലത്തെയും സൽക്കാരത്തിൽ കേമൻ മുട്ടമാല തന്നെ അല്ലേ. കാണാൻ കുറച്ചുകൂടെ മുഞ്ചും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ അല്ലേ കാര്യം. എവിടെയായാലും മുമ്പന്തിയിലായിരിക്കും സ്ഥാനവും അല്ലേ. കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കൽ ഇച്ചിരി മെനക്കെട്ട പണിയാണ് അല്ലേ. എന്നിരുന്നാലും ഉണ്ടാക്കാതെ വയ്യല്ലോ. അപ്പം നമുക്ക് ഈസി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാവേ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 10 മുട്ടയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 2 ബൗളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ എഗ്ഗിൻ്റെ വൈറ്റ് പോർഷനും മറ്റേ ബൗളിൽ എഗ്ഗിൻ്റെ യെല്ലോ പോർഷനും കൂടി ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഈ മുട്ട പൊട്ടിക്കുന്ന സമയത്ത് മുട്ടയുടെ അകത്ത് ഒരു പാട കാണുമല്ലോ, ആ പാട ഇല്ലാതെ വേണം കേട്ടോ നമുക്ക് ഇതിൽ കൊടുക്കാനായിട്ട്. എല്ലാം നല്ല ക്ലീനായിട്ട് പാടയൊന്നും ഇല്ലാതെ വേണം നമുക്ക് അതിലേക്ക് അരിപ്പയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പാടയില്ലാതെ തന്നെ നമുക്ക് യെല്ലോയും വൈറ്റും വേറെ വേറെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏറ്റവും കുറഞ്ഞത് ഒരു 5 മുട്ടയിൽ വരെ നമുക്കിത് ചെയ്തെടുക്കാവേ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ആളുകൾക്ക് കഴിക്കാനാണെങ്കിൽ നമ്മൾ ഇതുപോലെ 10 മുട്ടയെങ്കിലും എടുക്കണം. അല്ലാന്നെങ്കിൽ വളരെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ചെറിയ രീതിയിലുള്ള വീട്ടിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ആളുകൾ വരുന്ന എന്തെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ ചുമ്മാ നമുക്ക് വെക്കാനാണെങ്കിൽ ഒരു 10-50 മുട്ടയ്ക്കൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ 2 ബൗളിലായിട്ട് എഗ്ഗിൻ്റെ വൈറ്റ് പോർഷനും യെല്ലോ പോർഷനും നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചേ. ഇനി യെല്ലോ വെച്ചിരിക്കുന്ന അരിപ്പ് നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റാം കേട്ടോ. നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1.25 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ 2 കപ്പോളം മിച്ചം വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ളോളം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു പകുതി ചെറുനാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ലതുപോലെ തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാവേ. ആ സമയം നമുക്ക് നമ്മുടെ യെല്ലോ പോർഷൻ ഇതുപോലൊരു ബോട്ടിലാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ തീർന്നിരിക്കുന്ന ബോട്ടിലില്ല. ഞാനിവിടെ ഒരു സോസിൻ്റെ ഒരു കുപ്പിയാട്ടോ എടുത്തിരിക്കുന്നത്. ഏത് കുപ്പിയാണെങ്കിലും വിഷയമില്ല, ഒരു ഹോളിട്ട് കൊടുത്താലും മതിയാവും. എന്നിട്ട് നല്ലതുപോലെ ഷുഗർ സിറപ്പ് നല്ലോണം ഇതുപോലെ പതിഞ്ഞ് വരുന്ന സമയത്തിന് നമുക്ക് മാല പോലെ കുറേശ്ശെ വീതം ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഷുഗർ സിറപ്പിൽ ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട് നമുക്ക് ആകെ 30 സെക്കൻഡേ ഉള്ളൂ സമയം വേണ്ടി വരുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഷുഗർ സിറപ്പിൽ നിന്ന് മാറ്റുന്ന സമയത്ത് നമുക്ക് കുറച്ച് കയ്യിലൊന്ന് വെള്ളം ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു തവിയിലോ ഇതുപോലെ അരിപ്പയുള്ള കണ്ണാപ്പയില്ലേ അതിലോ എങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് എടുത്തു മാറ്റാവേ. ഇനി ഇതേ മെത്തേഡിൽ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 3-4 ഏലക്കാണ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ തോടൊന്ന് കളഞ്ഞിട്ട് കുരു മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വൈറ്റ് പോർഷൻ ലെഗിൻ്റെ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ തന്നെ ബാക്കി നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഷുഗർ സിറപ്പ് ബാക്കി വരുവേ, അത് വെറുതെ കളയണ്ട. ആ ഷുഗർ സിറപ്പ് ഇതിലേക്കൊന്ന് നമുക്ക് അരിച്ചതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കാവേ. 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് ഒരു നുള്ളുപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തായിരുന്നേ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാവേ. ഇനി വേറൊരു ഇതുപോലൊരു ചോറൊക്കെ കൊണ്ടുവന്നൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റില്ലേ അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുത്തിട്ട് നെയ്യ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ വൈറ്റ് പോർഷനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇഡലിത്തട്ടിൽ വെച്ച് ആവി കയറ്റിയെടുക്കാവേ. ഒരു 10 മിനിറ്റ് ആവി കയറാൻ സമയം മതിയാവും കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതേപോലെ കുക്കായി കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവേ. ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്തിന് ഇതേപോലെ കുറച്ച് ചെറിയും കൂടെയൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചെറിയും കൂട്ടി കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് കാണും. ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.